ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടി പോകണം. ഇപ്പം ഉണ്ടോയെന്നറിയില്ല, നോക്കട്ടെ. ഞാൻ നേരത്തെ തൊട്ട് രാത്രിയിലൊക്കെ ഉറക്കളച്ചിരുന്നിട്ടുണ്ട് അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്ന് വെച്ചാൽ വേലിയേറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, കടൽ കയറുന്നത്. അപ്പം നമ്മൾ ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്കൊക്കെ വലിയൊരു പ്രശ്നമാണിത് കേട്ടോ. വേലിയേറ്റവും വേലിയിറക്കം എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് വെള്ളം കയറും. അപ്പോൾ വെള്ളപ്പൊക്കം അനുഭവമുള്ളവർക്ക് അറിയാമല്ലോ ഈ ബുദ്ധിമുട്ട്, അതിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെയാണ് ഈ വേലിയേറ്റം ഉണ്ടാകുമ്പം അവിടെ കടലിനോട് ചേർന്നിട്ടുള്ള പുഴകളൊക്കെ ഉണ്ട്, അതിനൊക്കെ അടുത്ത് താമസിക്കുന്നവരുടെയൊക്കെ വീട്ടിലേക്ക് വെള്ളം കയറും കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ സൈഡിൽ കാനയാണ്. അപ്പോൾ അതായത് ഓവുണ്ട് വെള്ളം പോകുന്നത്, അതാണ്. അപ്പോൾ അതിലേക്കൂടെ വെള്ളം കയറി വരും. അതായത് പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ ഈ ചാലുള്ളത് കൊണ്ട് ചാലിനകത്തൂടെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സൈഡിലെല്ലാം ഞാൻ കാണിക്കാം. കണ്ടോ, വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം കണ്ടോ കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം സൈഡിലെല്ലാം വെള്ളം നിറയും. ഈ ഭാഗത്തെല്ലാം വെള്ളം വരും. അത് നല്ല വേലിയേറ്റമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കയറും കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് മേളിൽ വെള്ളം നിൽക്കും, അത്ര ഇതായിട്ട് വെള്ളം വരും. അപ്പോൾ മീനും കാണും കേട്ടോ. അതാണ്, ഈ സൈഡിലെല്ലാം വെള്ളം വരും. അപ്പോൾ ഞാനിപ്പം കുനിഞ്ഞ് ഒരു കമ്പ് എടുത്താണ്, ഒരു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു കമ്പ് കയ്യിലെടുത്താണ് അതിനെ ഓടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഞാനിപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് പുഴയുടെ ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇടുന്നതാണ് അവിടെ. അപ്പോൾ ആ സൈഡിലായിട്ടൊക്കെ അവിടുന്ന് വെള്ളം കയറുന്ന സൈഡിൽ വീടൊക്കെ ഉണ്ട്. ആ വീട്ടിലോട്ട് വെള്ളം കയറുന്ന കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. വേലിയേറ്റം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ വരുമ്പം നല്ല ഒരു 1:30 സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ വെള്ളം പയ്യെ കയറി തുടങ്ങുന്നില്ല കണ്ടോ. ആ സൈഡിൽ ഇത് ഒരു വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. അവിടെയൊക്കെ വെള്ളം കയറി തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടൽക്കാടാണ്. കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വീടിൻ്റെ ബാക്ക് വശത്തോട്ടൊക്കെ വെള്ളം കയറി. ഇത് സൈഡിൽ കൂടെ ചാലിൽ കൂടെ വെള്ളം കയറുന്നതാണ്. കണ്ടോ, ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ട് കണ്ടോ. ഇത് കയറി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ, കുറച്ചുകൂടെ കയറും അത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്, ഇതൊരു വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ വീടിൻ്റെ എല്ലാം ഫ്രണ്ടിലോട്ടെല്ലാം വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. വെള്ളം വേലിയേറ്റം കയറാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒഴുക്ക് കാണാൻ. ഇപ്പോൾ ഈ സൈഡിൽ കൂടെ വെള്ളം ഗുളുഗുളുവാന്ന് കയറി വരുന്നത് കാണാൻ കേട്ടോ. കണ്ട, വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം റോട്ടിലേക്കൊക്കെ ഇറങ്ങും. കണ്ട, വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെ വേലിയേറ്റം വെള്ളം കയറുന്നത് എടുക്കാൻ വേണ്ടി രാത്രി 2 മണി വരെ ഉറക്കളഞ്ഞിട്ട്, ഞാനല്ല കേട്ടോ, ചേട്ടൻ ഉറക്കളഞ്ഞിട്ട്, ഞാൻ ചേട്ടനോട് പറയാം എന്നെ വിളിക്കണം, എനിക്ക് പോയി എടുക്കണമെന്ന്, വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീനുണ്ട് കണ്ട, ഇവിടെ ഫുഡ് വേസ്റ്റ് ഇടുന്നത് കൊണ്ട് മീൻ കയറി വരുന്നത് കണ്ടോ. നിറയെ മീനാണ് കണ്ടോ. നിങ്ങൾക്ക് കാണാം, അതിനകത്ത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. സൈഡിലെല്ലാം നിറയെ മീനുണ്ട് കേട്ടോ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനാണ് വന്ന് കയറിയേക്കുന്നത്. ആ സൈഡിൽ അപ്പുറത്തെ സൈഡ് വശത്തൊക്കെ നിറയെ മീനുണ്ടായിരുന്നു. നിറയെ കുഞ്ഞു മീനാണ് കയറി വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കുന്നതാണ്, വെള്ളം കെട്ടിക്കിടക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കേട്ടോ. ഇത് വെള്ളം കയറുന്നേ ഉള്ളൂ കേട്ടോ. താഴെ ഇങ്ങനെ ഇച്ചിരി പൊക്കി കെട്ടിയേക്കുന്നതാണ് കേട്ടോ. അവിടെ എല്ലാം പൊങ്ങി വെള്ളം ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിലൊരു വണ്ടി ഇരിപ്പുണ്ട്, ആ വണ്ടിയുടെ സൈഡിലൂടെ വെള്ളം കയറുന്നത് ഞാൻ കാണിക്കാം. ഇതിനാണ് ഈ സൈഡിലെ ചാലിക്കൂടെ കയറുന്ന വെള്ളം വീടിൻ്റെ ബാക്ക് വശത്ത് വരുന്നത് കേട്ടോ. ഇത് വീടിൻ്റെ അടുക്കള വശം, ആ ബാക്ക് വശമാണ്. അപ്പോൾ അവിടേക്ക് കണ്ട സൈഡിൽ നിന്ന് ചാലിയിൽ നിന്ന് വെള്ളം കയറുവാണ് കണ്ടോ. കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതെല്ലാം ഒരാളുടെ പറമ്പാണ്, വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തിലേക്കാണ് ഈ വെള്ളം കയറുന്നത്. ഈ ഒരു സമയമൊക്കെ ഇപ്പം നല്ല വേലിയേറ്റം ഉള്ള സമയമാണ് കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം അവരുടെ വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടം വരെയും വെള്ളം വരുമെന്നവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോഴേ വെള്ളം ഒത്തിരി, ഇത് ഉപ്പുവെള്ളം ആയതുകൊണ്ട് അവിടെ ഇരിക്കുന്ന വണ്ടിയൊക്കെ തുരുമ്പ് പിടിച്ച് പോകുന്നുണ്ട്. തുരുമ്പെടുത്തിട്ട് അവരുടെ വണ്ടിയുടെ സ്റ്റാൻഡൊക്കെ പോയൊക്കെ കാണിച്ചായിരുന്നു എന്നെ കേട്ടോ. അത് ഞാനെന്നൊക്കെ നോക്കിയാൽ ഫസ്റ്റ് ആദ്യം അവർ വിചാരിച്ചു ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു നല്ലത് ചാനലിൽ നിന്ന് വന്നാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ അയ്യോ വീടൊന്നും എടുക്കരുതേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ശരി. പിന്നെ അവർക്ക് മനസ്സിലായി ഞാൻ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വന്നാണെന്ന്. പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ചാനലിൽ നിന്ന് വരുന്നതെന്നൊക്കെ വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു ഗൈസ്. അപ്പോൾ എന്താ ഈ സൈഡിലെല്ലാം പിന്നെ ഈ വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കട്ടയൊക്കെ കൊണ്ട്, അത് അധികം വെള്ളം കയറി കുഴ ഇത് ചെളിവെള്ളം കൂടെ കയറി വന്ന് വെള്ളം നിങ്ങൾക്കറിയാമല്ലോ, വെള്ളം പൊങ്ങിക്കഴിഞ്ഞിട്ട് ചെളിവെള്ളം പറ്റി കിടക്കുന്നത്. അങ്ങനെ വേണ്ടി കല്ലും കട്ടയൊക്കെ ഇറക്കിയിട്ടേക്കുന്നതാണ് സൈഡിൽ.
അപ്പോൾ ഞാൻ അതിൻ്റെ മീനെ പിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ കണ്ട് നിറയെ കുനുകുനാന്ന് ഓടുന്നുണ്ട്, നിറയെ ഇപ്പുറത്തെ സൈഡിലെല്ലാം കൊണ്ട് കുനുകുനാന്ന് മീൻ ഓടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വലിയ മീൻ കാണുമല്ലോ, നമ്മളൊക്കെ തോട്ടിലൊക്കെ ഉണ്ട്, അത് മീൻ കയറുമ്പോൾ അതിൻ്റെ കൂടെ വലിയ മീനും കാണുമല്ലോ, അതുണ്ടോയെന്ന് നോക്കി കുറച്ച് നേരം. അപ്പോൾ അവിടുന്ന് ചേട്ടൻ വിളിച്ച് വെള്ളം കയറുന്ന കാണാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കി പോകണ്ട, വെള്ളം പയ്യനെ കയറിപ്പോകുന്നുണ്ട. ആ സൈഡിൽ നിന്ന് വെള്ളം ഒഴുകി അപ്പുറത്തോട്ട് ഇറങ്ങുന്നതും കാണാം. ബൈക്കിൻ്റെ താഴ്വശത്തോട്ട് നോക്കിയാൽ കാണാം, കണ്ട വെള്ളം ഒഴുകി ഇറങ്ങുന്നുണ്ട, കയറി തുടങ്ങുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വരും, ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് പിന്നെ അങ്ങത്തേക്ക് ഇറങ്ങിയിട്ട് വെള്ളം നിറയും ആ വശം മൊത്തം. ഈ വണ്ടിയെ തുരുമ്പെടുത്ത് പോയേക്കുന്നുണ്ടോ, കാരണം ഉപ്പ് വെള്ളമായി കയറുന്നത് മൊത്തം. വണ്ടി തുരുമ്പെടുത്ത് പോകും. വണ്ടി രാത്രിയിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വെള്ളം കയറുമെന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ പെടലെ ചവിട്ടുന്നതിൻ്റെ അവിടം വരെയും വെള്ളം പൊങ്ങി നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ രാത്രിയിൽ അതൊരു നേരം ഒരു 3-4 മണിക്കൂർ വരെയും വെള്ളത്തിൽ ഇങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്കും വണ്ടി ചിട്ടയാവും. കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ. എന്നിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബസ്സിലിരുന്നുകൊണ്ട് കണ്ടായിരുന്നു തോട്ടിലൊക്കെ വെള്ളം കയറി നിൽക്കുന്നുണ്ടായിരുന്നു. സൈഡിലോട്ടൊക്കെ വരുന്ന വഴിക്കൊക്കെ പിന്നെ ഹാർബറിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് വന്നതാണ്. കണ്ട ഇപ്പം വെള്ളം കയറുന്നതേ ഉള്ളൂ. കണ്ട സൈഡിൽ കൂടെ ഒഴുകി കയറുന്നതാണ്. ഞാൻ മുമ്പേ കണ്ടതിനേക്കാൾ ഏറെ വെള്ളമായില്ലേ, വെള്ളം കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളമായി കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം റോട്ടിലോട്ടൊക്കെ വെള്ളം വരുമല്ലോ, അങ്ങനെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അത്രയും പെട്ടെന്ന് വന്നിട്ടുണ്ടാവും. കാരണം 1:30 സമയമായതേ ഉള്ളൂ. 2:30-3 മണിയാകുമ്പോഴത്തേക്ക് റോട്ടിലോട്ടൊക്കെ നന്നായിട്ട് വെള്ളം കയറും, അത്യാവശ്യം നന്നായിട്ട് കയറും. പിന്നെ രാത്രിയിൽ വേലിയേറ്റമാണെന്നാണ്, രാത്രി നന്നായിട്ട് വെള്ളം വരും. പിന്നെ ഞാൻ ബാക്കി റോഡിലോട്ടൊന്നും വെള്ളം വരാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കുഞ്ഞുമണീനെ അംഗനവാടി വിട്ടേക്കുക. അപ്പോൾ അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോൾ ബാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിട്ട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, ഈ സൈഡിലുണ്ട് നനവ് കണ്ടോ, ആ ഒരു ഗേറ്റിൻ്റെ അടുത്തായിട്ട് അവിടേക്കൊക്കെ വെള്ളം കയറും കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞ് 2:30 ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് റോഡിലോട്ടൊക്കെ അത്യാവശ്യം വെള്ളം സൈഡിൽ ചാലിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പേ എടുത്തപ്പോൾ ഇവിടെ വെള്ളം ഇല്ലായിരുന്നല്ലോ, വെള്ളം കയറി വരുന്നേ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 2:30 ആയപ്പോഴത്തേക്ക് എടുത്തതാണ്. 2:30 ആകുമ്പോഴത്തേക്ക് കയറി വരുന്നേ ഉള്ളൂ, വെള്ളം കയറുന്നതേ ഉള്ളൂ സൈഡിൽ നിന്ന്. കാരണം അംഗൻവാടിയിൽ നിന്ന് കുഞ്ഞിനെ വല്യമ്മ വിളിച്ചുകൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. വല്യമ്മയ്ക്ക് പോയി വിളിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ശരി അമ്മ പോയി വിളിക്കട്ടെ. അപ്പം ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് വരാമെന്ന് വെച്ചാൽ. ഇവിടെയൊക്കെ മുമ്പ് വെള്ളമില്ലായിരുന്നല്ലോ, ഇത് വെള്ളം കയറുന്നേ ഉള്ളൂ കേട്ടോ, വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. കണ്ട സൈഡിൽ നിന്ന് ചാലിൽ നിന്ന് വെള്ളം കയറുന്നത് നിങ്ങൾക്ക് കാണാം, കുളുകുളുകുളാന്ന് വരുന്ന കണ്ട സൈഡിൽ നിന്ന് വെള്ളം. ഈ സൈഡിലും എല്ലാം വെള്ളം കയറുന്നേ ഉള്ളൂ. കണ്ട ചാലിനുള്ളിൽ നിന്ന് വെള്ളം കയറുന്നതിൻ്റെ കണ്ട കുളുകുളുകുളുകുളാന്ന് വെള്ളോട്ട് പോകുന്നത്. ഇത് വീടിൻ്റെ സൈഡ് ഫ്രണ്ട് വശം ഇതൊക്കെ നന്നായിട്ട് വെള്ളം കയറും കേട്ടോ. ഫ്രണ്ടിൽ ആ വീടിൻ്റെ ഫ്രണ്ട് വശത്തോട്ട് വെള്ളം കയറി കിടക്കും. റോട്ടിലെല്ലാം നന്നായി നമ്മുടെ കാലിൻ്റെ പുറ്റി മുങ്ങി നിൽക്കുന്ന മാതിരി വെള്ളം ഉണ്ടാവും ഈ സൈഡിലെല്ലാം. അപ്പോൾ വെള്ളം കയറുന്നതേ ഉള്ളൂ. രാത്രിയിൽ വേലിയേറ്റത്തിനൊക്കെ ആണെങ്കിൽ നല്ലപോലെ വെള്ളം കയറും. ഓരോരുത്തരുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ട് വശത്തൊക്കെ വെള്ളം കയറി കിടക്കും. കണ്ട വെള്ളം പോകുമ്പോൾ അറിയാൻ പറ്റും. കണ്ട ഈ സൈഡിലോട്ട് താഴ്ച ഉള്ളതുകൊണ്ട് ഈ സൈഡിലോട്ട് വെള്ളം ഇറങ്ങി കിടക്കുന്നത്. അപ്പോൾ എന്നിട്ട് സൈഡിൽ നിന്നെല്ലാം വെള്ളം കയറുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് വെള്ളം, റോഡിൻ്റെ പകുതിയോളം നന്നായിട്ട് വെള്ളം കയറി കിടക്കും. രാത്രിയിലെ വേലിയേറ്റത്തിനാണ് നല്ലപോലെ വെള്ളം കയറുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തൊക്കെ വന്ന് വെള്ളം കയറി കിടക്കുമ്പോൾ അറിയാം അത്യാവശ്യം റോഡിൽ നല്ല വെള്ളം ഉണ്ടെന്ന്. അന്നേരം അത് രാത്രിയിൽ നമുക്ക് പിന്നെ വന്നെടുക്കാൻ പറ്റൂലല്ലോ, പിന്നെ ഉറക്കം കളഞ്ഞിരിക്കണം. 2 മണി ഈ സമയത്തൊക്കെയാണ് വേലിയേറ്റം നന്നായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ വേലിയേറ്റം ഒന്ന് കാണിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം ചാനൽ കേട്ടോ. ഓക്കെ ബൈ.